ഹായ് ഓൾ, SSAG വെബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെറ്റ് ഹിസ്റ്ററിയുടെ ഒരു ക്ലാസ്സാണെന്ന് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സെറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സെറ്റിൻ്റെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനറലിൻ്റെയും ഹിസ്റ്ററിയുടെയും ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വിത്ത് അതിൻ്റെ എക്സ്ട്രാ ഫാക്ട്സ് കൂടെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് മുന്നേ ആയിട്ട് നമ്മുടെ പെയ്ഡ് കോഴ്സിന്, അതായത് ഒരു വാട്സാപ്പ് ക്ലാസ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് ഒരു വാട്സാപ്പ് ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. PDF നോട്ട്സ്, റെക്കോർഡഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ PDF നോട്ട്സ് ആൻഡ് വാട്സാപ്പ് ഓഡിയോ ക്ലാസ്സുകളായിട്ട് ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ചെറിയൊരു എമൗണ്ടിനാണ് ഹിസ്റ്ററിയും അതുപോലെ തന്നെ ജനറൽ പേപ്പറിൻ്റെ നോട്ട്സൂടെ, പ്രധാനപ്പെട്ട നോട്ട്സൂടെ അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ, ഒരു ക്രാഷ് കോഴ്സാണ്, ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. Which among the following was the most important commodity exported from India in 17th century? 17ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മോഡിറ്റി ഏതാണ്, ഉൽപ്പന്നം ഏതാണ്? 17th സെഞ്ച്വറിയാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻസ് നോക്കാം. സ്പൈസസ്, കോട്ടൺ ടെക്സ്റ്റൈൽ, ഇൻഡിഗോ, സാൾട്ട്. സ്പൈസസ്, കോട്ടൺ ടെക്സ്റ്റൈൽ, ഇൻഡിഗോ, സാൾട്ട്. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? 17th സെഞ്ച്വറിയിൽ ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള കമ്മോഡിറ്റി അത് ഏതാണ്? കോട്ടൺ ടെക്സ്റ്റൈലാണ്. കോട്ടൺ ടെക്സ്റ്റൈലാണ്, മാറിപ്പോകരുത്, സ്പൈസ് ആണെന്നൊന്നും എഴുതി വയ്ക്കരുത്. 17th സെഞ്ച്വറിയിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള കമ്മോഡിറ്റി കോട്ടൺ ടെക്സ്റ്റൈലാണ്. അതിൻ്റെ പ്രധാന സെൻറ്റർ ബംഗാളായിരുന്നു എന്നുള്ളത് കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ദ മോസ്റ്റ് വെൽ നോൺ വെറൈറ്റി ഓഫ് ഗ്രെയിൻ ഗ്രോൺ ബൈ വേദിക് ആര്യൻസ്. വേദിക് ആര്യൻസ് വളർത്തിയിരുന്ന അല്ലെങ്കിൽ അവരുണ്ടാക്കിയിരുന്ന വെറൈറ്റി ഓഫ് ഗ്രെയിൻ, ധാന്യത്തിൻ്റെ വെറൈറ്റി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ മോസ്റ്റ് വെൽ നോൺ വെറൈറ്റി ഓഫ് ഗ്രെയിൻ ഗ്രോൺ ബൈ വേദിക് ആര്യൻസ്. മുഗ്ധ, വ്രീഹി, ഇക്ഷു, യവ. മുഗ്ധ, വ്രീഹി, ഇക്ഷു, യവ. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് യവയാണ്. യവ, ദ മോസ്റ്റ് വെൽ നോൺ വെറൈറ്റി ഓഫ് ഗ്രെയിൻ ഗ്രോൺ ബൈ വേദിക് ആര്യൻസ്, യവ. നെക്സ്റ്റ്, ദ വലങ്കായ് ആൻഡ് ഇടങ്കായ് ഡിവിഷൻ ഓഫ് സൗത്ത് ഇന്ത്യൻ സൊസൈറ്റി വാസ് ഫസ്റ്റ് നോട്ടീസ്ഡ് ഇൻ. ഇടങ്കായ്, വലങ്കായ് എന്ന് പറയുന്ന ഡിവിഷൻ സൗത്ത് ഇന്ത്യയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ അത് എവിടെയാണ് ഫസ്റ്റ് നോട്ടീസ് ചെയ്തത്? സംഗം പീരീഡ്, പല്ലവ പീരീഡ്, ചോള പീരീഡ്, നായക പീരീഡ്. ഇടങ്കായ്, വലങ്കായ്, ഇടങ്കായ് എന്ന് പറയുന്ന ആ ഒരു ഡിവിഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെയാണ്? ചോള പീരീഡിലാണ്. കറക്റ്റ് ഓപ്ഷൻ സി, ചോള പീരീഡാണ്. ദ കോൺസെപ്റ്റ് വിച്ച് വാസ് ദ ബേസ് ഓഫ് കൊളോണിയൽ അണ്ടർസ്റ്റാൻഡിങ് ഓൺ ഇന്ത്യാസ് പാസ്റ്റ്. ദ കോൺസെപ്റ്റ് വിച്ച് വാസ് ബേസ് ഓഫ് കൊളോണിയൽ അണ്ടർസ്റ്റാൻഡിങ് ഓൺ ഇന്ത്യാസ് പാസ്റ്റ്. ഇന്ത്യയുടെ പാസ്റ്റിനെ കുറിച്ച് കൊളോണിയൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന അടിസ്ഥാനം എന്തായിരുന്നു? അവരുടെ പ്രധാന കോൺസെപ്റ്റ് എന്തായിരുന്നു? കൊളോണിയലിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ഇന്ത്യയുടെ പാസ്റ്റിനെ കുറിച്ച് സെഗ്മെൻ്ററി സ്റ്റേറ്റ്, തിയോക്രാറ്റിക് സ്റ്റേറ്റ്, ഓറിയൻ്റൽ ഡെസ്പോട്ടിസം, ഫ്യൂഡലിസം. കറക്റ്റ് ഓപ്ഷൻ സി ആണ്, ഓറിയൻ്റൽ ഡെസ്പോട്ടിസമാണ്. ഏതാണ്? ഓറിയൻ്റൽ ഡെസ്പോട്ടിസമാണ് എന്ത് പറയുന്നത്? കൊളോണിയൽ അണ്ടർസ്റ്റാൻഡിങ് ഓൺ ഇന്ത്യാസ് പാസ്റ്റിൽ അവരുടെ ബേസിക് കോൺസെപ്റ്റായിട്ട് പറയുന്നത്. An incomplete novel of O. Chandu Menon. An incomplete novel of O. Chandu Menon. O. Chandu Menonൻ്റെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള, അതായത് പരിപൂർണമല്ലാത്ത, അപൂർണമായിട്ടുള്ള നോവലിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ദുലേഖ, ഋതുമതി, ശാരദ, ശ്രീമതി. കറക്റ്റ് ഓപ്ഷൻ സി ആണ് വരുന്നത്, ശാരദയാണ്. O. ചന്തു മേനോൻ്റെ ഫസ്റ്റ് നോവൽ ഏതാണ്? ഇന്ദുലേഖയാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ നോവലാണ് ശാരദ. പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശാരദ അദ്ദേഹത്തിൻ്റെ ഇൻകംപ്ലീറ്റ് നോവലാണ്. ഓൾ ഹിസ്റ്ററി ഈസ് കണ്ടംപററി ഹിസ്റ്ററി. ഇത് നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ക്ലാസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് 2 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡെഫിനിഷൻസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. സ്ട്രേറ്റ് ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന്
കണ്ടു നോക്കുക. ഓൾ ഹിസ്റ്ററി ഈസ് കണ്ടംപററി ഹിസ്റ്ററി. എല്ലാ ഹിസ്റ്ററിയും എന്താണ്? കണ്ടംപററി ഹിസ്റ്ററി ആണെന്ന് പറഞ്ഞിട്ടുള്ള ചരിത്രകാരൻ ആരാണ്? ലോർഡ് ആക്ടൺ, R.G. കോളിംഗ്വുഡ്, J.B. വ്യൂറി, ബെനഡിക്റ്റോ ക്രൂച്ചെ. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻസ് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന പേരാണ് ഈ നാലും. അപ്പോൾ അവരുടെ ഡെഫിനിഷൻസ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഓൾ ഹിസ്റ്ററി ഈസ് കണ്ടംപററി ഹിസ്റ്ററി എന്ന് പറയുന്നത് ആരാണ്? കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. ബെനഡിക്റ്റോ ക്രൂച്ചെയാണ് ഓൾ ഹിസ്റ്ററി ഈസ് കണ്ടംപററി ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, അപ്പോൾ ഇവിടെ ലോർഡ് ആക്ടൻ്റെ എന്താണ്, R.G. കോളിംഗ്വുഡിൻ്റെ അഭിപ്രായം എന്താണ്, J.B. വ്യൂറി എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഇതൊക്കെ മുന്നേയുള്ള നമ്മുടെ വീഡിയോസിൽ അല്ലെങ്കിൽ ഡെഫിനിഷൻസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന സെപ്പറേറ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ടും ആ വീഡിയോ കാണുക. അവിടെ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും 2-3 ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള, 2-3 അല്ല, കാരണം ഇവരുടെ ബുക്സും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ്, ദ ഇംഗ്ലീഷ് ഹിസ്റ്റോറിയൻ ഹു ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഗ്രേറ്റ് മെൻ തിയറി. ഗ്രേറ്റ് മെൻ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇംഗ്ലീഷ് ഹിസ്റ്റോറിയൻ ആരാണ്? എർണോൾഡ് ടോയിൻബി, ഹെൻറി തോമസ് ബക്കിൾ, തോമസ് കാർലൈൽ, റസ്സൽ. ആരാണ് വരുന്നത്? ഇംഗ്ലീഷ് ഹിസ്റ്റോറിയൻ റിലേറ്റഡ് വിത്ത് അല്ലെങ്കിൽ ക്രെഡിറ്റഡ് വിത്ത് ഗ്രേറ്റ് മെൻ തിയറി. ഹിസ്റ്ററി എന്ന് പറയുന്നത് ഗ്രേറ്റ് മെൻ്റെ ഹിസ്റ്ററിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാരാണ്? ഓപ്ഷൻ സി, തോമസ് കാർലൈലാണ്. ആരാണ്? തോമസ് കാർലൈലാണ് കറക്റ്റ്. നെക്സ്റ്റ്, വിച്ച് among the following was not a barrier to objectivity. ഒബ്ജക്റ്റിവിറ്റിക്ക് ബാരിയർ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നോട്ട് എ ബാരിയർ ടു ഒബ്ജക്റ്റിവിറ്റി. നേച്ചർ ഓഫ് ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ്, സെലക്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ്. ഫസ്റ്റ് വൺ, നേച്ചർ ഓഫ് ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ് എന്ന് പറയുമ്പോൾ ചരിത്ര സംഭവങ്ങളുടെ സ്വഭാവം. സെലക്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ്, അതിൻ്റെ ആ വിഷയത്തിൻ്റെ സെലക്ഷൻ, തിരഞ്ഞെടുപ്പ്. നെക്സ്റ്റ്, എറർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പൊസസിങ് ക്രിട്ടിക്കൽ സ്പിരിറ്റ്. അപ്പോൾ നോട്ട് എ ബാരിയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എന്താണ്? ഒരു ക്രിട്ടിക്കൽ സ്പിരിറ്റ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ സ്പിരിറ്റ് ഉണ്ടാകുന്നത് ഒരിക്കലും ഒബ്ജക്റ്റിവിറ്റി അല്ലെങ്കിൽ ഒബ്ജക്റ്റിവിറ്റിക്ക് തടസ്സമാകില്ല. ഓക്കെ, അപ്പോൾ പൊസസിങ് ക്രിട്ടിക്കൽ സ്പിരിറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്. നെക്സ്റ്റ്, arguments from silence is otherwise known as negative reasoning, precautions, positive reasoning, reorganizing arguments. Arguments from silence എന്നുള്ളത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കറക്റ്റ് ഓപ്ഷൻ എ നെഗറ്റീവ് റീസണിങ് ആണ്. നെഗറ്റീവ് റീസണിങ്. Next question, to find out the authenticity of a document, the historian adopts. To find out authenticity of a document, the historian adopts imagination, external criticism, card system, optimism. സെറ്റ് ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും ആവർത്തിച്ചിരുന്നൊരു കോൺസെപ്റ്റാണ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം ആൻഡ് ഇൻറ്റേർണൽ ക്രിറ്റിസിസം. അപ്പോൾ ഇവിടെ ടു ഫൈൻഡ് ഔട്ട് ഒതൻറ്റിസിറ്റി, ഒരു ടെക്സ്റ്റിൻ്റെ ഒതൻറ്റിസിറ്റി, ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഒതൻറ്റിസിറ്റി കണ്ടെത്താനുള്ള മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ ഏതാണ് ഒരു ഹിസ്റ്റോറിയൻ ചെയ്യുന്നത്? അത് എക്സ്റ്റേണൽ ക്രിറ്റിസിസമാണ്. ഏതാണ്? എക്സ്റ്റേണൽ ക്രിറ്റിസിസമാണ്. ഓക്കെ, നെക്സ്റ്റ്, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഇൻഡക്റ്റീവ് പ്രോസസ് ഇൻ വിച്ച് ദ ഹിസ്റ്റോറിയൻ ഗോസ് ഫ്രം പെർട്ടിക്കുലർ ടു ജനറൽ. പെർട്ടിക്കുലർ ടു ജനറൽ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും? ആൻ ഇൻഡക്റ്റീവ് പ്രോസസ് ഇൻ വിച്ച് ദ ഹിസ്റ്റോറിയൻ ഗോസ് ഫ്രം പെർട്ടിക്കുലർ ടു ജനറൽ ഈസ് കോൾഡ്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ തന്നെയാണ് അല്ലേ? ഓപ്ഷൻ എ, ജനറലൈസേഷൻ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. ആൻ ഇൻഡക്റ്റീവ് പ്രോസസ് ഇൻ വിച്ച് ദ ഹിസ്റ്റോറിയൻ ഗോസ് ഫ്രം പെർട്ടിക്കുലർ ടു ജനറൽ. പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ജനറൽ ആയിട്ടുള്ള ഒരു തത്വത്തിലേക്ക് പോകുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡക്റ്റീവ് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. ആ ഇൻഡക്റ്റീവ് പ്രോസസ്സിൽ വരുന്ന ഒന്നാണ് ഇത്. ഇങ്ങനെ പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ജനറലൈസ് ചെയ്യുന്നു കാര്യങ്ങൾ. അതാണ് ജനറലൈസേഷൻ. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ജനറലൈസേഷനാണ്. ഓക്കെ, അപ്പോൾ 10 ചോദ്യങ്ങളാണ് നമ്മൾ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 10 ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ മറക്കരുത്. നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് കാണുക. അതുപോലെ നമ്മുടെ പെയ്ഡ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക.